Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ 16 ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഡിസ്കസ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഇതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സിംപ്ലി മീൻസ് ഡിവൈഡിങ് മാർക്കറ്റ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുകയോ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. പല തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക. ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിമിലർ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ആ ഓരോ ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം ഒരേ നീഡ്സും ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ആയിരിക്കും. ആ ഗ്രൂപ്പ് എങ്ങനെയൊക്കെ ആവാം അക്കോർഡിംഗ് ടു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻകത്തിൻ്റെ ബേസിലാവാം, ഏജിൻ്റെ ബേസിലാവാം, റേസ്, എഡ്യൂക്കേഷൻ, സെക്സ്, ജോഗ്രഫിക് ലൊക്കേഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ടായിരിക്കും ഒരു ഗ്രൂപ്പിനെ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ തന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലെവൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ആണ് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ് മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും മാർക്കറ്റിനെ രണ്ടോ അതിലധികമോ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റിലും കൺസിസ്റ്റ് ചെയ്യുന്നത് ബയേഴ്സ് എല്ലാം സിമിലർ നീഡ്സും ബൈയിങ് ഹാബിറ്റും അതേപോലെ തന്നെ അവരുടെ പർച്ചേസിങ് പവറും അതെല്ലാം ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ തുല്യമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിലാണ് നിഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു, ഒരു സെഗ്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആ സെഗ്മെന്റിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സ്മോൾ സെക്ഷനെ തന്നെയാണ് നിഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിധിയിൽ വരുന്നതായിട്ടുള്ള കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു പാർട്ടായിരിക്കും മാർക്കറ്റിന്റെ, അല്ലെങ്കിൽ അധികം ആരും കടന്നു ചെല്ലാത്ത മേഖലയിലുള്ള ആളുകളുള്ള ഒരു മാർക്കറ്റായിരിക്കും നിഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ് സെഗ്മെന്റിനെയാണ്, സെഗ്മെന്റിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ചെറിയ സെക്ഷൻ, ഒരു വിഭാഗം ആളുകളുടെ കുറച്ച് നീഡ്സ് ആൻഡ് വാണ്ട്സ് കോമ്പറ്റീറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ പോലും പെടാതെ അങ്ങനെയുള്ള അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിനെയാണ് നിഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും കൺസ്യൂമർ ഗ്രൂപ്പ് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തുള്ള ട്രേഡിംഗ് ഏരിയയിലോ നെയ്ബർഹുഡോ ഈവൻ ഇൻഡിവിജ്വൽ സ്റ്റോഴ്സോ എല്ലാമാണ് ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണ്. അവിടെ നമുക്ക് ഓരോ വ്യക്തികൾക്കും അനുസൃതമായിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഒന്നുമില്ല, അവിടെ ഇൻഡിവിജ്വൽസിനെയാണ്, അവരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ പ്രൊഡക്റ്റും സർവീസും എല്ലാം ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ 4 ലെവൽസ്: സെഗ്മെന്റ് മാർക്കറ്റിംഗ്, നിഷ് മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്, ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്യൂമറേറ്റ് ബ്രീഫ്ലി ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ പാക്കേജിങ്. പാക്കേജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കവിടെ പാക്കേജിങ് എന്താണെന്നുള്ളത് പറയണം. പാക്കേജിങ് റെഫേഴ്സ് ടു ദ ലുക്ക് ഓർ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് വെൻ ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഓർ സോൾഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന സമയത്തോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തോ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നോക്കി കാണുന്നു, അതിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്താണോ അതിനെ തന്നെയാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് റാപ്പിംഗ് ഓർ എൻക്ലോസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ എ കണ്ടെയ്നർ ലൈക്ക് ബോട്ടിൽ, ടിൻ, ജാർ, ബാഗ് എക്സെട്ര. പാക്കിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം, അത് ആ ഒരു പ്രൊഡക്റ്റിനെ കവർ ചെയ്യുന്ന, ഏതിനെയും റാപ്പ് ചെയ്യുക, എൻക്ലോസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി തന്നെ പാക്കേജിങ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ, യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും സ്റ്റോർ ചെയ്യാനും സെയിൽ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ പാക്കേജിങ് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് പ്രിപ്പയറിംഗ് ഗുഡ്സ് ടു ട്രാൻസ്പോർട്ട് ആൻഡ് സെയിൽസ്. അപ്പോൾ ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഉള്ള ലെവലിൽ ഉള്ള ആർട്ട് ആൻഡ് സയൻസിനെ തന്നെ പാക്കേജിങ് എന്ന് പറയുന്നത്. ഇൻ കൺസ്യൂമർ ഗുഡ്സ് പാക്കേജിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സൈലന്റ് സെയിൽസ്മാൻ. കൺസ്യൂമർ ഗുഡ്സിനെ സംബന്ധിച്ചോളം പാക്കേജിംഗ് എന്ന് പറയുന്ന ഒരു സൈലന്റ് സെയിൽസ്മാൻ ആണ്. കാരണം കൃത്യമായിട്ട് സെയിൽസിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ്. പക്ഷെ അവിടെ ഒരു സെയിൽസ്മാൻ ഓറലി നമ്മളോട് പ്രസന്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു പാക്കേജിങ്ങിന്റെ നീഡ്, റോള്, ഫങ്ഷൻ, ഒബ്ജക്ട്സ് ഇതെല്ലാമാണ്. അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് 6 ഫങ്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്.
എന്തിനാ പാക്ക് ചെയ്യുന്നത്? നല്ല രീതിയിൽ അതിനെ വെതറും ടെമ്പറേച്ചറും ബ്രേക്കേജും ലീക്കേജും ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമുക്ക് അങ്ങനെ കവർ ചെയ്തൊരു സാധനം മാത്രമാണ് എവിടേക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ, അത് കൺവീനിയൻസ് ആണ്, സൗകര്യം. മൂന്നാമത്തത് പ്രൊമോഷൻ ആണ്. ഇങ്ങനെ നല്ല രീതിയിൽ പാക്ക് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റ് തന്നെയാണ്. കൂടുതൽ കൺസ്യൂമേഴ്സിനെ പെട്ടെന്ന് എൻ്റെ പാക്കേജിങ് കൊണ്ട് അവർക്ക് എവിടെ നിന്നും അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു ഐഡന്റിഫിക്കേഷൻ ആണ്. കാരണം നമുക്ക് എത്ര കുന്നുപോലെ കൂട്ടിയിട്ടാലും അതിൽ നിന്ന് എവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മറ്റുള്ള ബ്രാൻഡുകളുടെ ഇടയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു ബ്രാൻഡിങ് ആണ് കൊടുക്കുന്നത്. നല്ലൊരു പാക്കേജിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിനെ തന്നെയാണ് പറയുന്നത്. ക്യാൻ ബി പ്രിന്റഡ് ഓൺ ദ പാക്കേജ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആറാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നല്ല പാക്കേജിങ്ങിൽ ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിൻ്റെ ക്വാളിറ്റി, യൂസേജും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് പാക്കേജിങ് എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ബ്രീഫ്ലി ദ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 4 സ്റ്റേജുകളുള്ളത്. അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി, ലാസ്റ്റ് ഡിക്ലൈൻ സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇൻട്രൊഡക്ഷൻ. അതായത് ഇവിടെയാണ് ആ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് ശേഷം ഒരു മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് സെയിൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. 2 കാരണങ്ങളാണ് സെയിൽസ് കുറവാകാൻ കാരണം. ഒന്ന്, കസ്റ്റമർക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അത്രത്തോളം അവർ അവെയർ ആയിക്കൊള്ളുന്നില്ല. രണ്ടാമത്, പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കും. കോഷ്യസ് പറഞ്ഞാൽ ഇത് നല്ലതാവോ ഇല്ലയോ എന്നൊരു ചിന്ത വരെ അലട്ടും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം ഇതിൽ പ്രധാനമായിട്ടും മെല്ലെ മെല്ലെ എല്ലാവരും അറിഞ്ഞ് കൂടുതലായിട്ട് ആളുകളെ പബ്ലിസിറ്റിയോ കൊടുത്തുകൊണ്ട് വാങ്ങി തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇവിടെ അങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സെയിൽസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. സെയിൽസ് അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് പോകുന്ന സ്റ്റേജാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ പറയുമ്പോൾ മെച്യൂരിറ്റി ആണ്. ഇതാണ് ഇതിലൊരു ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ ഡിമാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഏറ്റവും ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തി നിൽക്കുകയായിരിക്കും. കാരണം കോമ്പറ്റീഷൻ ഇവിടെ ഭയങ്കര ടഫായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ മാനുഫാക്ചേഴ്സിന് അവരുടെ പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ബയേഴ്സ് ഒക്കെ വിൽ കണ്ടിന്യൂ ടു ഗ്രോ. അവരെല്ലാം മെമ്പേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ അത് മെല്ലെയാണ് അത് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് പ്രത്യേകത. ആൻഡ് നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം ഇതിനെയാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഡിക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേജിൽ സെയിൽസ് അവിടെ ബിഗാൻ ടു ഫോൾ. സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ലിറ്റിൽ ഓർ നോ പ്രോഫിറ്റ്, ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് തീരെ കുറവ്, അതല്ലെങ്കിൽ ഒട്ടുമേ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അത് മാറുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റും ഇൻവെൻട്രി കോസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് അധികമായിരിക്കുന്ന ഒരു സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ കോമ്പറ്റീഷൻ ഭയങ്കര സിവിയർ ആയിരിക്കും. കസ്റ്റമേഴ്സ് അങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് തേടി പോകുന്നൊരു അവസ്ഥയിലേക്കൊക്കെ വരിക. കാരണം അവരുടെ ടേസ്റ്റും പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് മാറാൻ സാധിക്കുന്നില്ല, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ടെല്ലാം അവർ വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റേജിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുന്നത്. ഒന്ന്, അതിൻ്റെ ആദ്യം നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിലേക്ക്. രണ്ടാമത്തത് മെല്ലെ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. മൂന്നാമത് മെച്യൂർഡ് ആവുന്നു. ആൻഡ് ലാസ്റ്റ് വരുമ്പോൾ ഡിക്ലൈൻ ആവുന്നു. ഇതാണ് ആ ഒരു 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിങ് ഔട്ട് ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡുകൾ എന്താണെന്നുള്ളതാണ്. അതായത് മാർക്കറ്റിംഗിൽ ഈ അടുത്ത കാലത്ത് വന്ന ട്രെൻഡ് എന്താണ്? പ്രധാനമായിട്ട് ഗ്രീൻ മാർക്കറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഈവന്റ് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, അതേപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ്, ബസ് മാർക്കറ്റിംഗ്, വൈറൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ്, ഗ്ലോബൽ മാർക്കറ്റിംഗ്, ഇതെല്ലാം പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടേമുകളാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് മാർക്കറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, ടേമുകൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണ്, ഓരോ ഈവൻറ്റുമായി ബേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ വരുന്നത്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വൈറൽ മാർക്കറ്റിംഗ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന തരത്തിലുള്ള
മാർക്കറ്റിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് മാർക്കറ്റിംഗിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 21-ാമത്തെയാണ്. വാട്ട് ഈസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? എന്തിനാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ട്രിബ്യൂഷന് പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ആറുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ആറുകൾ എന്ന് പറയുന്നത് റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് കണ്ടീഷൻ, അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ് ഫോർ ദ റൈറ്റ് കസ്റ്റമേഴ്സ്, അല്ലേ? റൈറ്റ് കസ്റ്റമേഴ്സ് അറ്റ് റൈറ്റ് കോസ്റ്റ്. ഇങ്ങനെ 7 തരത്തിലുള്ള ആറുകളാണ് അവിടെ റെഡി ആവേണ്ടത്. അപ്പോഴാണ് നല്ല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇത് ആദ്യം എഴുതുക. അതിനുശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ അവിടെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഡെലിവർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതുവഴി അങ്ങനെ കൃത്യമായിട്ട് സാധനങ്ങൾ എല്ലാവരിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുത്തെ ആളുകളുടെ ജനജീവിതം കൂടുതൽ നല്ല രീതിയിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് ലിവിങ്ങിലേക്ക് പോകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വാല്യൂ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ വെയർ ഹൗസിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഈ ഒരു ഫംഗ്ഷനിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസ് യൂട്ടിലിറ്റിയും ടൈം യൂട്ടിലിറ്റിയും ക്വാണ്ടിറ്റി യൂട്ടിലിറ്റിയും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു ലിങ്ക് തന്നെയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ അതിൻ്റെ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ടു കസ്റ്റമേഴ്സ് അബൌട്ട് ദിയർ പ്രൊഡക്റ്റ് പ്രൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ചാനൽ മെമ്പേഴ്സ് വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് നല്ലൊരു ജോലി സാധ്യത അവിടെ കൂടുതലാണ്. കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഏജൻസും ഹോൾസെയിൽ റീറ്റെയിലേഴ്സ് ബ്രോക്കേഴ്സ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിൽ എന്ന് പറയുന്നത്. ഇനി ഇതുവഴി എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവുക. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഒരു ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് മാസ് ക്വാണ്ടിറ്റിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ കൺസ്യൂമേഴ്സിന് എപ്പോഴും വേണ്ടത് എന്താണ്? ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പോൾ ഇങ്ങനെ മാസ് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കത് ലോവർ പ്രൈസിന് ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസ്യൂമറുടെ ആ ഒരു നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുക. എങ്ങനെ? ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റും ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ വെറൈറ്റി ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ആയിട്ട് പറയുന്നത്. പിന്നെ ഫിനാൻസിങ് ആണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇൻ്റർമീഡിയറീസ് അവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഗുഡ്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്യാനും. പ്രൊഡ്യൂസേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫിനാൻസ് മാറ്റേഴ്സ് ഒന്നും അറേഞ്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്യുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറീസ് ആണ് ടൈംലി പേയ്മെൻറ്റും അതുപോലെ ഫിനാൻഷ്യൽ ഹെൽപ്പ് എല്ലാം പ്രൊഡ്യൂസേഴ്സിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ദിസ് എനേബിൾസ് ദ പ്രൊഡ്യൂസേഴ്സ് ടു ക്യാരി ഓൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്മൂത്ത്ലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വളരെ സ്മൂത്തായിട്ട് പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പാക്കേജിങ് എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും അതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ 7 പോയിന്റിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രൊഡക്റ്റ് പൊസിഷനിങ്. എന്താണ് പ്രൊഡക്റ്റ് പൊസിഷൻ, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പറഞ്ഞതിൻ്റെ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുക, ഒരു സ്ഥാനം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ പ്ലേസ് ദ പ്രൊഡക്റ്റ് ഓക്യുപ്പൈസ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡ് ഇൻ റിലേഷൻ ടു കോമ്പറ്റിംഗ് പ്രൊഡക്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ധാരാളം ഉണ്ട് അല്ലേ? എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ അവിടെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാൻ ഏബിൾ ആവുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അതിനാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് പ്ലേസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ആരാണോ ഇത് വാങ്ങുന്ന യഥാർത്ഥ കസ്റ്റമർ, അവരുടെ മൈൻഡിൽ ആ പ്രൊഡക്റ്റ് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് സ്ട്രെസ്സിങ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബെറ്റർ ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ്. എന്നിട്ട് അവർ ഊന്നി പറയുന്നൊരു കാര്യം എന്താ? കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെക്കാട്ടിലും ഞാൻ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ലത് എന്ന് അവിടെ വീണ്ടും വീണ്ടും അവരുടെ മനസ്സിനെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനം അവിടെ കൊടുക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ഡിസൈനിങ് ദ കമ്പനീസ് ഓഫർ ആൻഡ് ഇമേജസ് സോ ദാറ്റ് ഓക്യുപ്പൈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് വാല്യൂഡ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ് മൈൻഡ്. ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നല്ലൊരു ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് വാല്യൂ പ്ലേസ് ഓക്യുപ്പൈ ചെയ്യുക എന്നുള്ളതിനാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് കൊണ്ട് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്ന സ്റ്റെപ്പുകളാണ് 5 സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്.
അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് പൊസിഷൻ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ കോമ്പറ്റീറ്ററുടെ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. കൃത്യമായിട്ട് ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്കുള്ള പ്രത്യേകത എന്താണെന്നുള്ളത്. അതിനുശേഷം അത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കൺസ്യൂമേഴ്സുമായിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആ ഒരു പൊസിഷനിങ് സ്ട്രാറ്റജീനെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി അത് നമ്മൾ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ചൂസ് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പൊസിഷനിങ് സ്ട്രാറ്റജി എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആൻഡ് 23rd ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് പോളിസി. പ്രൈസിങ് പോളിസി നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സ് ആണ് വരുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് നോക്കാം. കാരണം അതെല്ലാം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. കൺട്രോളബിൾ ആണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഓർഗനൈസേഷൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ് മിക്സ് എങ്ങനെയൊക്കെ വേണം, പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവയെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമ്മുടെ പ്രൈസിങ് അവിടെ അല്ലെങ്കിൽ പോളിസീസ് ഫോം ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിന് എന്തോരം കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ നമ്മൾ എന്തിനു വേണ്ടി ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നു, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എല്ലാം അനുകൂലമാണോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മിക്സ് എല്ലാം കറക്റ്റ് ആണോ, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ നടത്താൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇതിന് നമുക്ക് പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അടുത്തത് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാവുമോ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ട് അൺകൺട്രോളബിൾ ആണ് ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് കോമ്പറ്റ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്, കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് നമ്മളെ പോലത്തെ ഈ ഒരു പ്രൊഡക്റ്റിന്, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്, ആ ചാനൽ ഏത് സെലക്ട് ചെയ്യണം, അതായത് അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഏത് ചാനൽ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ നോക്കുക. ഇനി മൊത്തത്തിൽ ഒരു എക്കണോമിക് കണ്ടീഷനും കൂടിയിട്ട് എന്താണെന്നുള്ളത് വിലയിരുത്തുക. ആൻഡ് നമ്മുടെ ഈ ചെയ്യുന്നൊരു കാര്യത്തിനോട് ഗവൺമെൻറ്റിൻ്റെ പോളിസി എങ്ങനെയാണ്, അനുകൂലമാണോ പ്രതികൂലമാണോ, അതിൻ്റെ ടാക്സേഷനും കാര്യങ്ങളും ട്രേഡ് പോളിസി ഗവൺമെൻറ് കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് പോളിസി ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇൻറ്റേർണലായിട്ടും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, എക്സ്റ്റേണലായിട്ടും കുറേ പോയിന്റുകൾ നോക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൈസിങ് പോളിസി ഫോമുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പാർട്ട് സിയിലേക്ക് പോവുകയാണെങ്കിൽ 3 essay ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ബ്രിങ് ഔട്ട് ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സ്കോപ്പ് എന്താണെന്നുള്ളതൊന്ന് പറയാനാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിന് വൻ സാധ്യതകൾ വരുന്നത്, ഏതൊക്കെ മേഖലയിലാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു essay ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പാണ് മൊത്തത്തിൽ പറയുന്നത്. പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ആ മാർക്കറ്റിംഗ് ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ഫംഗ്ഷനിൽ പ്രധാനമായിട്ട് കോൺസെൻട്രേഷനും ഡിസ്പേർഷനും ഈക്വലൈസേഷനും ഒക്കെയാണ് വരുന്നത്. ഇനി ഇതിലെ മാർക്കറ്റിംഗ് ഫംഗ്ഷനെ തന്നെ 4 ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് റിസർച്ച്, ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, ഫംഗ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു റിസർച്ചിൽ തന്നെ മാർക്കറ്റിംഗ് റിസർച്ചും പ്രൊഡക്റ്റ് പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ഫംഗ്ഷനിൽ വരുമ്പോൾ ഒന്ന് ബൈ ചെയ്യുക, അസംബിൾ ചെയ്യുക, സെൽ ചെയ്യുക. ഇനി ഫിസിക്കലി നമ്മളിത് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ വേണം, സ്റ്റോറേജ് വേണം, പാക്കേജിങ് വേണം. ഇനി അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ട ഫിനാൻസ്, റിസ്ക് ബെയറിങ്, സ്റ്റാൻഡർഡൈസേഷൻ, പ്രൈസിങ്, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഒക്കെയാണ് ഈ ഒരു എസ്സേയിൽ മാർക്കറ്റിംഗ് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി. ഇതിൽ എവിടെയൊക്കെയാണ് സ്കോപ്പ് ഉള്ളത്, നമുക്ക് ഗുഡ്സിൻ്റെ കേസിൽ അല്ലേ,
മാർക്കറ്റിംഗ് പ്രധാനമായിട്ടും എന്ത് തരത്തിലുള്ള ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഗുഡ്സ് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ആ ഏരിയയിൽ ഭയങ്കര സ്കോപ്പാണ് ഈ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ടേമിന്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗുഡ്സോ സർവീസോ ആയിരിക്കാം. അപ്പോൾ ആ സർവീസ് എങ്ങനെ എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. കാരണം മാർക്കറ്റ് ഫോർ എക്സ്പീരിയൻസസ് ഓൾസോ, നമ്മൾ കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അനുഭവിച്ചറിയാന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ആൻഡ് ഈവൻസുകൾ അവിടെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞത് പേഴ്സൺസ്. ഇനി മാർക്കറ്റിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ പേഴ്സൺസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ചില പ്രത്യേക സ്ഥലങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മാർക്കറ്റിംഗ് നമുക്ക്, അതായത് ടൂറിസം പ്രൊമോഷൻ, ഡിഫറെൻറ്റ് പ്ലേസസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട്. ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിംഗ് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിന് രണ്ട് തരത്തിലുള്ള സ്കോപ്പ് പറഞ്ഞു. ഒന്ന് മാർക്കറ്റിംഗ് ഫംഗ്ഷനും, രണ്ട് ഏരിയാസ് ഓഫ് അതിൻ്റെയൊക്കെ ആപ്ലിക്കബിലിറ്റി ഏതൊക്കെ ഏരിയയിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു 10 പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഐഡിയാസ്. ഗുഡ്സ്, സർവീസ്, എക്സ്പീരിയൻസ്, ഈവൻറ്റുകൾ, പേഴ്സൺ, പ്ലേസ്, പ്രോപ്പർട്ടി, ഓർഗനൈസേഷൻ, ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ്. ഇത്രയും കാര്യങ്ങളിൽ അത് നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ റീറ്റെയിലേഴ്സ്. എന്തൊക്കെ തരത്തിലുള്ള ഫംഗ്ഷനാണ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് 25ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം നമുക്ക് റീറ്റെയിലേഴ്സ് ആരാണെന്നുള്ളത് അവിടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. റീറ്റെയിൽ സ്റ്റോർ ഈസ് എ ബിസിനസ് വിച്ച് റെഗുലർലി ഓഫേഴ്സ് ഗുഡ്സ് ഫോർ സെയിൽ ടു അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് റെഗുലറായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് തന്നെയാണ് റീറ്റെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അതായത് ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആരിലേക്കാണോ എത്തിക്കേണ്ടത് അതിലേക്ക് എത്തുന്ന അവസാനത്തെ കണ്ണിയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. അവിടെ സ്മോൾ സ്കെയിലാണ് ഈ ട്രേഡൊക്കെ നടക്കുന്നത്. ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്കാണ് ഈ റീറ്റെയിലേഴ്സ് എപ്പോഴും സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട റോള് അല്ലെങ്കിൽ ഫംഗ്ഷൻ, ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സർവീസാണ് ചെയ്യുന്നത്. ഒന്ന്, ഇവരാണ് കൃത്യമായിട്ട് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ബയ്യർ എന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവർക്ക് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം പ്രൈസൊക്കെ കുറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെൻറ് പോളിസി ചേഞ്ച് ചെയ്യുമ്പോൾ, അതുപോലെ കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സും ടേസ്റ്റും ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബാഡറ്റ് ഉണ്ടാവും, ഡിറ്റീരിയോറേഷൻ ഉണ്ടാവും ക്വാളിറ്റിയിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ആ റിസ്ക് ഒക്കെ ഇവർ ബെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ്, കാരണം മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറീസ് അവരുടെ പ്രൊഡ്യൂസേഴ്സിനെ ഒരുപാട് വറീസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവേണ്ട കുറേ ബാധ്യതകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നതും ഇൻ്റർമീഡിയറീസ് തന്നെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ഇൻ്റർമീഡിയറീസ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് പല ഗുഡ്സും സർവീസും ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ശേഖരിക്കുകയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട്സ് ആൻഡ് നീഡ്സിനെയൊക്കെ അവർ സപ്ലൈ ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അവരെപ്പോഴും എല്ലാ ടൈപ്പ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സും അവർ കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് നീഡിനനുസരിച്ച് കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ കൂടിയാണ്. ആൻഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് അറ്റ് എ ടൈം ആൻഡ് സപ്ലൈ ടു ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ഒറ്റയടിക്ക് അവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വയ്ക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ അവർക്ക് കുറച്ച് കുറച്ചായി കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് എന്തിനു വേണ്ടി അങ്ങനെ ഒറ്റയടിക്ക് വാങ്ങി വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഭാഗമായിട്ട് ഗുഡ്സും സർവീസൊക്കെ കുറച്ചും കൂടിയിട്ട് ചീപ്പ് പ്രൈസിനൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറിക്കാണ്, കാരണം ഇവരാണ് ഏറ്റവും അടുത്ത് കൺസ്യൂമറുമായിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിയൽ ആയിട്ടൊരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്കും ഒക്കെ
ആദ്യം കിട്ടുന്നതും ആർക്ക് തന്നെയാണ്? ഈ റീറ്റെയിലേഴ്സിനാണ്. അപ്പോൾ അവരാണ് ആ ഒരു ഇൻഫർമേഷൻ പ്രൊഡ്യൂസേഴ്സിന് പാസ് ചെയ്യുന്നത്, ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പീരിയൻസും റിയാക്ഷനും എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ആണ് പ്രൊഡ്യൂസർക്ക്, അവർ കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇൻ്റർമീഡിയറീസ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നോർമലി മിഡിൽമെന്നുമായിട്ടൊക്കെ കോൺവെർസേഷൻ നടത്താറൊന്നുമില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു കംപ്ലൈൻറ്റ് ഫ്ലോസ് അപ്വേർഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഇവിടെ താഴേത് മുകളിലേക്കാണ് അത് പോകുന്നത്. പിന്നെ ഇവർ ചെയ്യുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഫിനാൻസിങ് ആണ്. ചാനൽ മെമ്പേഴ്സ് അവരുടെ ഫങ്ഷൻ ഓഫ് ഫിനാൻസിങ് കൂടി അവർ ചെയ്യുന്നു. അവർ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ചാനൽ മെമ്പേഴ്സൊക്കെ, ലിബറൽ ടേംസിലാണ് കൊടുക്കുന്നത്. മാനുഫാക്ചേഴ്സിന് ഉണ്ടാവുന്ന ആ ഒരു നഷ്ടത്തിനൊക്കെ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സോ മാനുഫാക്ചേഴ്സ് നീഡ് നോട്ട് ഹോൾഡ് മണി ഇൻ സ്റ്റോക്കിംഗ് ഓഫ് ഗുഡ്സ്. അതുകൊണ്ട് തന്നെ ആ മാനുഫാക്ചേഴ്സിന് ഒരു ബൾക്ക് എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. ചില മിഡിൽമെന്നൊക്കെ പ്രൈസ് ഫ്ലക്ച്വേഷനെ അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ ആ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ളൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സെയിൽസ് പ്രൊമോഷനാണ്. ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ അവരുടെ പോസ്റ്ററും ബാനറും ഒക്കെ അവരുടെ ഷോപ്പിൽ വെച്ചുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനെ. ബൈ ഡൂയിങ് ദേ ഇൻഫോം ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദെയർ സെയിൽ ഓഫേഴ്സ്. ഇങ്ങനെ നമ്മളുടെ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ ഇത്രയും വലിയ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ അവരത് അട്രാക്റ്റ് ചെയ്യാനും അവരുടെ സെയിൽ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ കസ്റ്റമർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും അതുവഴി അവരുടെ സ്കീമുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു റീറ്റെയിലറിൻ്റെ പ്രധാനപ്പെട്ട സർവീസ് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ എലമെന്റ്സ് ഓഫ് പ്രൊമോഷണൽ മിക്സ്. നമ്മുടെ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിലൊന്നും ഇല്ല, അതിൽ ശരിക്കും 6 പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മാർക്കൊക്കെ കിട്ടാൻ വേണ്ടി പ്രൊമോഷൻ മിക്സ് എന്താണെന്നുള്ള ആദ്യം കൊടുക്കുക. പ്രൊമോഷൻ മിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ആക്ടിവിറ്റീസാണ് വരുന്നത്, ഒരു സെയിലിനെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം എന്ന് പറയുന്നത്. അതിൽ ചുരുക്കി പറഞ്ഞാൽ പ്രൊമോഷൻ മിക്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കോമ്പോണൻസ് ഓർ എലമെന്റ്സ് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ്റെ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് ചില സമയത്ത് റെഫർ ചെയ്യുന്നത് പ്രൊമോഷണൽ ബ്ലെൻഡ് എന്ന പേരിലാണ്. അപ്പോൾ 2 ബ്ലെൻഡുകളാണ് പ്രൊമോഷൻ ബ്ലെൻഡ് ഉള്ളത്. ഒന്ന് പുഷ് ബ്ലെൻഡും ഒന്ന് പുൾ ബ്ലെൻഡും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ പലപ്പോഴും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. എന്താണ് പുഷ് ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത് പേഴ്സണൽ സെല്ലിങ്ങിനാണ്. കാരണം പ്രൊഡ്യൂസർ അവിടെ പുഷ് ചെയ്യണം ആ പ്രൊഡക്റ്റിനെ ത്രൂ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അവർക്ക് എങ്ങനെയൊക്കെ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റിനെ അങ്ങോട്ടേക്ക് ഉന്തിത്തള്ളുക എന്ന് പറയില്ലേ, ഉന്തിത്തള്ളി എടുക്കുക എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് മിഡിൽമെൻ പ്രൊമോട്ട്സ് എ പ്രൊഡക്റ്റ് ടു ബയേഴ്സ്. അപ്പോൾ ഇവിടെ മിഡിൽമെൻ നല്ലൊരു ആക്റ്റീവ് റോൾ ഉണ്ട്. അവരാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് അവർ മാക്സിമം അത് ബയേഴ്സിലേക്ക് എത്തിക്കുന്നു. അടുത്തതാണ് പുൾ ബ്ലെൻഡ് എന്ന് പറയുന്നത്. പുൾ ബ്ലെൻഡിൽ കൂടുതൽ പറയുന്നത് ഇംപേഴ്സണൽ സെല്ലിംഗ് ആണ്. ആദ്യത്തത് പേഴ്സണൽ സെല്ലിംഗ് ആണെങ്കിൽ രണ്ടാമത്തത് ഇംപേഴ്സണൽ സെല്ലിംഗ്. അത് പുള്ളി ചെയ്യണം, നമ്മളിലേക്ക് അത് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് യൂസിങ് ഹെവി അഡ്വർടൈസ്മെന്റ്. അവിടെ മറ്റത് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിതമായിട്ട് അവരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് പുഷിങ് എന്ന് പറയുന്നത്. പുള്ളിങ് എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിക്കേണ്ട, സ്വമേധയാ ആളുകൾ അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പുൾ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ആളുകൾ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അത്രമാത്രം ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അത്ര ഹെവി അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കുക, സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് യൂസ് ചെയ്യുക, എന്നാൽ മാത്രമാണ് ഒരു പുൾ ബ്ലെൻഡ് അവിടെ സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന പ്രൊമോഷൻ മിക്സ് അല്ലെങ്കിൽ അതിൻ്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇങ്ങനെ 2 സാധ്യതകൾ ഉണ്ടാവണമെങ്കിലും അവിടെ എന്താ അഡ്വർടൈസ്മെന്റിന് ഭയങ്കര ഇഫക്റ്റ് ആണുള്ളത്. അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. കാരണം ഇതിന് ഇംപേഴ്സണൽ സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിലുള്ള സെയിൽസ്മാൻഷിപ്പ് എന്ന് പോലും അറിയപ്പെടുന്ന അഡ്വർടൈസ്മെന്റിനെയാണ്. പിന്നെ പബ്ലിക് റിലേഷനിലൂടെയാണ്. കാരണം അതൊരു ഓൾഡർ ടൂളാണ് കേട്ടോ. കാരണം നോൺ സെയിൽസ് കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ നമ്മൾ ജനറൽ പബ്ലിക്കും പ്രസ് റിലേഷനുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെയിൽസ് പ്രൊമോഷനാണ് അടുത്തൊരു മിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അഡ്വർടൈസ്മെന്റും പേഴ്സണൽ സെല്ലിങ്ങും അല്ലാതെ മാർക്കറ്റ് ഡിമാൻഡ് ആ ഒരു പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിന് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ കമ്പനീസ്
അത് ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആൻഡ് ജനറേറ്റ് റെസ്പോൺസ്. അവർ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് റെസ്പോൺസ് അവിടെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ട്രഡീഷണലി ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഹാസ് നോട്ട് ബീൻ കൺസിഡേർഡ് ആസ് എലമെൻറ്റ് ഓഫ് ദ പ്രൊമോഷൻ മിക്സ്. ആദ്യ കാലങ്ങളിലൊന്നും ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്തില്ല, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ കൺസിഡർ ചെയ്തില്ല. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ ഇപ്പോൾ ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, ഡയറക്റ്റ് സെല്ലിങ്, ടെലി മാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആണ്. ഇലക്ട്രോണിക് മീഡിയ ആർ യൂസ്ഡ് ടുഡേ ടു പ്രൊമോട്ട് പ്രോഡക്ട്സ് ഓർ ഐഡിയാസ്. പ്രൊഡക്റ്റിനും ഐഡിയാസിനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഇന്ന് ഇലക്ട്രോണിക് മീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നൊരു മിക്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഓരോ വീടുകളിൽ അല്ലെങ്കിൽ ഓരോ കൺസ്യൂമറിനെ നേരിട്ട് കണ്ട് ഓറലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് സെയിൽസ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ പറയുമ്പോൾ ദർ മേ ബി വൺ കസ്റ്റമർ ഓർ എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ പേഴ്സണൽ കോൺവെർസേഷൻ. ഇങ്ങനെ നമ്മൾ പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ 1, 2, 10 ആളുകൾ വരെ അവിടെ ഉണ്ടാവാം. പേഴ്സണൽ സെല്ലിങ്ങിന് ഒരാൾക്ക് മാത്രമായിട്ടെന്നുള്ളതല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 5-6 ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇരുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്രൊമോഷൻ മിക്സ് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ആ മിക്സ് വരുന്നത്, അഡ്വർടൈസ്മെൻറ്റും പബ്ലിക് റിലേഷനും സെയിൽസ് പ്രൊമോഷനും ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിങ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അവിടെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക, കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത സെക്ഷൻ ബിയും സിയും ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പോയിന്റും വിടാതെ തന്നെ മാക്സിമം ഞാൻ ഇതിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇടുന്ന ഈ വീഡിയോസ് എല്ലാം എക്സാമിന് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്കുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറിലൂടെയൊക്കെയാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.